ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ വൈദികരെയും സിസ്റ്റർമാരെയും സമർപ്പിതരെയും സന്യാസരെയും എല്ലാ വിദ്യാർത്ഥികളും എല്ലാവരും ഓർക്കുന്നു കേട്ടോ. കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഖമായിരിക്കുന്നു. പിന്നെ ഞാൻ ഈ നാളെ കഴിഞ്ഞ് മുതൽ പ്രയർ ഡേയ്സിലേക്ക് 7 ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ മെയിൽ അയക്കുന്നതും അതേപോലെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നതൊക്കെ നോക്കുന്നുണ്ട്. പറ്റുന്നിടത്തോളം മറുപടികൾ തരുന്നുണ്ട് കേട്ടോ. കർത്താവ് പ്രത്യേകം ഇടപെടട്ടെ. പല സഹോദരങ്ങൾ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു നന്മോറും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്. അതായത് ഒരു വിവാഹക്കാരെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരല്ലേ, സെയിൽസിൽ സ്ഥാപനങ്ങളിലൊക്കെ സെയിൽസിൻ്റെ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവർ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ചില മെസ്സേജ് ഇട്ടുണ്ട്. ഇന്ന് നേരിട്ട് കണ്ട് പറയുകയും ചെയ്തു. അപ്പോൾ അവർക്കുള്ളതായ പല സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ പ്രാർത്ഥിക്കുക. ഇതെന്ന് വെച്ചാൽ നമ്മൾ സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കുന്നത് പോലെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പിന്നെ പറയുന്നത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കം ഇല്ലാത്ത സ്ഥലത്തെ ആൾക്കാർ പലതരത്തിൽ സഹായം എത്തിച്ചു കൊടുക്കും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു പ്രാർത്ഥനാ സഹായം എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനാ സഹായം എത്തിച്ചു കൊടുക്കുന്ന ബൈബിൾ അധിഷ്ഠിതം തന്നെയാണ്. പൗലോസ്ലീഹ അല്ലേ പ്രാർത്ഥന കൊണ്ട് അവരെ സഭയെ സഹായിക്കണം എന്നൊക്കെ പല സ്ഥലത്തും പറയും, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു നന്മയുണ്ടാവും. ഇത്രയും പേരുടെ പ്രാർത്ഥന സ്വർഗ്ഗത്തിലേക്ക് ഉയരല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ലൂക്ക 10:20. വിഷയത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: നമ്മുടെ സന്തോഷം മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 10:20. കർത്താവിൻ്റെ ആത്മാവ് കർത്താവ് വെളിപ്പെടുന്ന വചനം ഇങ്ങനെയാണ്: ശിഷ്യന്മാരെ ഈശോ അയക്കുന്നു. ശുശ്രൂഷയുടെ ഒരു സാമ്പിൾ അങ്ങനെ അയച്ച് തിരിച്ചു വന്ന ശിഷ്യന്മാർ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, പിശാചുക്കൾ പോലും ഞങ്ങൾ പ്രാർത്ഥിച്ച് കീഴ്പ്പെട്ടു കേട്ടോ, അവർക്ക് വിട്ടുപോയി. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് ഈശോ കൊടുക്കുന്ന മറുപടി. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സന്തോഷം ചിലപ്പോഴെങ്കിലുമൊക്കെ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള സന്തോഷം അനുഭവിക്കുന്നതിന് പകരം മറ്റു പല കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില ആൾക്കാർ സന്തോഷം കിട്ടാൻ വേണ്ടി മദ്യപിക്കാൻ പോകുന്നെന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒരു ശരീരത്തിന് സുഖം അനുഭവിക്കാൻ വേണ്ടി സന്തോഷത്തിൻ്റെ പിന്നാലെ പോകുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, അതായത് പാപം ചെയ്യിപ്പിക്കാൻ പിശാച് ഉപയോഗിക്കുന്നതിന് മാർഗ്ഗം ഒരു പ്രലോഭനത്തിൻ്റെ ആദ്യപടി ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തെക്കുറിച്ചുള്ള ഓർമ്മ അല്ലെങ്കിൽ അനുഭവിക്കും നമ്മൾ സമ്മതം കൊടുക്കും, പിന്നെ നമ്മൾ പാപത്തിലേക്ക് പോയി ചാടും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരൻ, അത് വേറെ മേഖലയാണ്. പക്ഷേ ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശരിക്കും ആ ഈശോയിലൊരു സന്തോഷം, അതിലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സന്തോഷം, സ്വർഗരാജ്യത്തിൽ പേരെടുപ്പെടുത്തുമ്പോൾ ഒരു സന്തോഷം. നിങ്ങളെ പറ്റുവാണെങ്കിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കഴിഞ്ഞ ക്രിസ്മസിനനുബന്ധിച്ചുള്ള അഭിഷേകാന്ത എപ്പിസോഡ് ഒന്ന് കാണുന്നത് നല്ലതാണ്. അതായത് സ്വർഗരാജ്യം നമ്മുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ പേര് ചേർത്തെന്നൊക്കെ പറയുന്ന പോലെയാണ്. എൻ്റെ സഹോദരൻ ഫിലിപ്പി 4:3 വചനമുണ്ട്, ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈശോയോട് പറയുന്നത്. അത് ആരുടെയാ? സുവിശേഷ വേല ചെയ്യുന്നവരുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുമെന്നുള്ളത് ബൈബിളിലെ ഒരു വാഗ്ദാനമാണ്. അനേക വാഗ്ദാനം പോലെ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കും എന്നൊക്കെ പറയുന്ന വാഗ്ദാനങ്ങളുണ്ടല്ലോ, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞൊരു വാഗ്ദാനമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഞാൻ പ്രത്യേകിച്ച് പലതരത്തിൽ സുവിശേഷ വേല ചെയ്യുന്ന എല്ലാവരും ഞാൻ ഈശോയിൽ അഭിനന്ദിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാനുള്ള വലിയൊരു മാർഗ്ഗമാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എത്ര പേർക്ക് അയച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളിട്ട ആ വീഡിയോ നിങ്ങൾ എത്രയോ പേർക്ക് ഷെയർ ചെയ്ത് അയച്ചു കൊടുത്തു, അതെല്ലാം സുവിശേഷ വേലയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മൾ ചെയ്ത ഒരു സുവിശേഷ വേല വിജയിച്ചു എന്നതിലുള്ള സന്തോഷം അതല്ല വേണ്ടത്, മറിച്ച് സ്വർഗത്തിൽ ഞങ്ങളുടെ പേരുകൾ എഴുതപ്പെടുന്നുള്ള സന്തോഷം. നമ്മൾ പ്രാർത്ഥന നമ്മൾ പിശാച് ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതല്ല, മറിച്ച് ആ ഒരു ചെറിയ ശുശ്രൂഷ ദൈവഹിത പ്രകാരം ചെയ്ത് ദൈവത്തെ പരിഗണിച്ചുകൊണ്ട് പേരെഴുതപ്പെട്ടിട്ടുണ്ടോയെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം വരണം. അതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ വചനങ്ങളും പ്രധാനപ്പെട്ടത്, ഒന്നും ഒഴിവാക്കരുത്. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ആത്മാവേ ഇവർ ഓരോരുത്തരിലും വല്ലതും നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് സെയിൽസ് വിഭാഗത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകം ബ്ലെസ് ചെയ്യുക. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുമേലും ദൈവത്തിൻ്റെ ഒരു കരുണ വരട്ടെ. ദൈവത്തിൽ ആശ്രയിച്ചാൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ വരട്ടെ. കർത്താവ് ഏതെങ്കിലും നിങ്ങൾക്ക് തടസ്സം അനുഭവപ്പെടുന്നത് യേശുനാമത്തിൽ ബന്ധി വിട്ടുമാറി. കർത്താവായ ദൈവമേ, സുവിശേഷ വേല ചെയ്യാൻ ആത്മാവ് തുടിക്കട്ടെ. കർത്താവ് ജീവൻ്റെ പുസ്തകത്തിൽ പേര് ചേർക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ആനന്ദം കണ്ടെത്താൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. ഈ വചനം പാലിക്കാനുള്ള ക്രമം നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ.
നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. പ്രത്യേക നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. രോഗികളെ ആശീർവദിക്കുന്നു. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ മുദ്രയിടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.